ഒന്ന്, ഈ ലോകത്തിന്റെ കാലഗതി കയറി പിടിക്കും, അതെല്ലാം ബ്ലോക്കാ. രണ്ടാമത്, ആകാശത്തിലെ അധികാരത്തിനും ആകാശത്തിലെ അധികാരം അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ. അതാരാ? സ്തോത്രം. ആകാശത്തിന്റെ അധികാരി, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതി. സ്തോത്രം. പിശാച്. ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കുന്നത് അക്കോർഡിംഗ്, അടുത്ത വാക്യം എടുത്ത്, അക്കോർഡിംഗ് ടു ദ പ്രിൻസ് ഓഫ് പവർ ഓഫ് ദ എയർ, അല്ലേ? അക്കോർഡിംഗ് ടു ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ ആൻഡ് ദ സ്പിരിറ്റ് ദാറ്റ് നൗ വർക്ക്സ് ഇൻ ദ ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്. അനുസരണക്കേട് ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. മറ്റവൻ കയറി. അപ്പനും അമ്മയും പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ലെങ്കിൽ മക്കളെയും മറ്റവൻ കയറി. ദൈവസഭയിൽ ദൈവദാസൻ പറയുന്നത് അനുസരിക്കുന്നില്ല, അതിനോട് മത്സരിക്കുകയാണ്, അതിന് മറുക്കുകയാണ്, മനസ്സിലാക്കിക്കോണം, പിശാച് കയറി. കാരണം എഴുതിയിരിക്കുന്നത് തന്നെ ആ സ്പിരിറ്റാ. അവരെ വിളിച്ചിരിക്കുന്ന ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്. അപ്പോ ദൈവം എല്ലായിടത്തും വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഭവനത്തിൽ വ്യവസ്ഥ വച്ചിട്ടുണ്ട്, സഭയിൽ വ്യവസ്ഥ വച്ചിട്ടുണ്ട്, സമൂഹത്തിലുണ്ട്. നാം ഭവനത്തിൽ എങ്ങനെയായിരിക്കണം, നാം സഭയിൽ എങ്ങനെയായിരിക്കണം, നാം സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, വ്യക്തമായ വ്യവസ്ഥകൾ ദൈവം വച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോ രണ്ട്, മൂന്നാമത് അടുത്ത വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ വായിച്ചു, നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ത്രിവിധ ശക്തികളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകം, ജഡം, പിശാച് പല രൂപത്തിലും ഭാവത്തിലും വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ വരും? അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായം 28-29 വാക്യങ്ങൾ. നിങ്ങളെ തന്നെയും ഞാൻ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളും. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയാം. വിരുദ്ധ ഉപദേശം, ദൈവിക പ്രമാണം ഡയല്യൂട്ട് ചെയ്ത് ലോകത്തിന്റെ പ്രമാണം കൂടെ വെച്ച് മിക്സ് ചെയ്ത് ഉപദേശിക്കുന്ന ഉപദേശ ദുരുപദേഷ്ടാക്കന്മാർ വരുമെന്ന് തിരിച്ചറിയത്തില്ല. 99% ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ 1% എന്ത് ചെയ്യും? പിശാചിന് ഒരു ക്ലെയിം ഉണ്ടാവും. ഒരു ഗ്ലാസ് ഫിൽട്ടർ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ടോയ്ലറ്റിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം മുഴുവൻ മലിനപ്പെടും. നമ്മൾ കുടിക്കുമോ? കുടിക്കത്തില്ല. പക്ഷെ ഇന്ന് പലരും അടിച്ചുകൊണ്ടിരിക്കുന്നതാ. 99% വചനമാണ്, പക്ഷെ 1% അവൻ്റെ ഉണ്ട്. പ്രൈസ് ഗോഡ്. തിരിച്ചറിയാൻ വലിയ പാടാണ്. ആത്മീയർക്ക് പോലും ഇപ്പം മനസ്സിലാകുന്നില്ല. സ്തോത്രം.